ഗ്രീഷ്മയ്ക്ക് എന്ത് വിധിയാണ് ശിക്ഷയാണ് ലഭിക്കുക എന്നത് കേൾക്കാനായി ഷാരോണിന്റെ കുടുംബം കോടതിയിലേക്ക് പുറപ്പെടുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് പോവാം. ഷാരോണിന്റെ കുടുംബം വളരെ പ്രതീക്ഷയോടെയാണ് കോടതിയിലേക്ക് പോകുന്നത്. പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കും എന്ന പ്രതീക്ഷ തുടക്കം മുതൽ തന്നെ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്ന കുടുംബം വീട്ടിൽ നിന്നും വിധി കേൾക്കാനായി പുറപ്പെടുകയാണ്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, വിശദാംശങ്ങൾ എന്താണ്? സ്റ്റെഫിൻ, കേൾക്കാമെന്ന് കരുതുന്നു. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സ്റ്റെഫിൻ? ഷാരോൺ വധക്കേസിൽ അന്തിമ ശിക്ഷാവിധി വരികയാണ്. ഇന്ന് 11 മണിക്കാണ് നെയ്യാറ്റിൻകര കോടതി വിധി പ്രസ്താവിക്കുന്നത്. AK സ്റ്റെഫിൻ ഇപ്പോൾ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോഴുള്ളത് ഷാരോണിന്റെ വീട്ടിലാണ്. സ്റ്റെഫിൻ, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മൂത്തി, ഷാരോണിന്റെ കുടുംബം അച്ഛനും അമ്മയും അതോടൊപ്പം സഹോദരനും ബന്ധുക്കളുമൊക്കെ കോടതിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അവരുടെ പാറശാലയിലെ വീട്ടിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ നേരെ പോകുന്നത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരെ അങ്ങോട്ടേക്ക് തന്നെ പോകും എന്ന് നേരത്തെ അവർ പറഞ്ഞിരുന്നു. ഏതായാലും പരമാവധി ശിക്ഷ പ്രതിക്ക് ഉറപ്പാക്കാൻ കഴിയും. പ്രോസിക്യൂഷന് ആ ഭാഗത്ത് ഈ കോടതിയെ കാര്യങ്ങളെല്ലാം തന്നെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെയും അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെയും എല്ലാം ഒരു ആത്മവിശ്വാസം. പ്രത്യേകിച്ചും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ ലഭിക്കണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. ആ തരത്തിൽ തന്നെ ശിക്ഷ ലഭിക്കുമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെയും പ്രതീക്ഷ. പക്ഷേ അന്തിമവാദം കേട്ട സമയത്ത് കോടതിയിൽ പ്രതിയും അതോടൊപ്പം തന്നെ പ്രതിഭാഗവും പറഞ്ഞത് തനിക്ക് പ്രായം കുറവാണ്, 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൻ്റെതായിട്ടുള്ളൊരു പരിഗണന നൽകണം, സ്ത്രീയാണ് എന്നുള്ളൊരു പരിഗണന നൽകണം. ഒപ്പം ബിരുദാനന്തര ബിരുദം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്ന് വിദ്യാഭ്യാസത്തിന് അവസരം ഒരുക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു. അതോടൊപ്പം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഷാരോൺ ഈ അവസരമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ കൊലപാതകത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ള കാര്യം ധരിപ്പിച്ചിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാകും ഇനി കോടതി ഏതായാലും ഒരു വിധി പ്രസ്താവത്തിലേക്ക് എത്തുക. അതോടൊപ്പം ഇതിന് സമാനമായ പഴയ കേസുകൾ, ഉന്നത കോടതികളുടെ അടക്കം കേസുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പ്രത്യേകിച്ചും ഈ ഒരു കുറ്റം 10 വർഷത്തിൽ താഴെ അല്ലെങ്കിൽ 10 വർഷത്തിന് മാത്രം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതുകൊണ്ട് ശിക്ഷ പരമാവധി ചുരുക്കണം എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ ഒരു വാദം. ആ വാദഗതികളൊക്കെയാണ് പ്രതിഭാഗം കോടതിയെ കഴിഞ്ഞ അന്തിമവാദം കേട്ട സമയത്ത് കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രതി ദയ അർഹിക്കുന്നില്ല. കാരണം മനസാക്ഷിയുള്ള സമൂഹത്തെ എല്ലാം ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ കേസിലുള്ളത്. അതുകൊണ്ട് എങ്ങനെ വധശിക്ഷ നൽകാൻ കഴിയുമെന്നുള്ളതായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗ്രീഷ്മ ഷാരോണുമായുള്ള ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഷാരോൺ അത് സമ്മതിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ആദ്യം മുതൽ തന്നെ ഉണ്ടായത്. അതോടൊപ്പം ഇരുവരും ഒന്നിച്ചുള്ള സ്വകാര്യ നിമിഷങ്ങളൊക്കെ തന്നെ ഷാരോൺ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം ഈ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ ഒരു വാദം. പക്ഷേ ഗ്രീഷ്മ കൊന്നുകളഞ്ഞത് യഥാർത്ഥത്തിൽ ഷാരോണിനെ മാത്രമല്ല, ഒരു ചെറുപ്പക്കാരനെ മാത്രമല്ല, പ്രണയം എന്ന ഒരു സങ്കല്പത്തെയാണ് എന്ന് അതിവൈകാരികമായിട്ടായിരുന്നു പ്രോസിക്യൂട്ടറുടെ വാദം. ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുക. ഏതായാലും 11 മണിവരെ മാത്രമേ നമുക്ക് കാത്തിരിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ സമയം 9:49 ആവുന്നു. 11 മണിക്ക് നെയ്യാറ്റിൻകര കോടതി ഇതിൽ ശിക്ഷ വിധിക്കും. അതിലേക്കാണ് നമ്മളെല്ലാം ഉറ്റുനോക്കുന്നത്. അതുവരെയുള്ള എല്ലാ വിവരങ്ങളും വ്യക്തമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.